Hello everyone. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് എന്ത് മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ. സോ അവിടെ നമ്മൾ അമ്മീറ്റർ കൺവേർഷൻ അതേപോലെ വോൾട്ട്മീറ്റർ കൺവേർഷൻ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നമ്മൾ മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ടോർക്ക് NIAB is equal to C theta where C is called torsional constant and theta is the deflection. ആ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിട്ട് അവിടെ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓർമ്മ നിങ്ങൾക്ക് കറണ്ട് സെൻസിറ്റിവിറ്റിയും അതേപോലെ തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും. എന്നാൽ ഈ ഒരു ചോദ്യം 2025 ജയിൽ വന്നിരിക്കുന്നത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ രണ്ട് ടേമുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചോദ്യം വേഗം ഡിസ്കസ് ചെയ്യാം. സോ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് ആണ്. സോ തീറ്റ ബൈ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് NAB ബൈ C എന്ന് കിട്ടും. എന്താ പറയുക, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് ആണ്. V എന്ന് പറഞ്ഞാൽ I × R ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ഐക്ക് നമുക്ക് NAB ബൈ C കൊടുക്കാം, അതിൻ്റെ കൂടെ ആറും കൂടി വരും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. In a moving coil galvanometer, two moving coils M1 and M2 have the following particulars: R1 value, N1 and A1, B1. All values are given. അതേപോലെ R2, A2, N2 and B2 is given. Assuming torsional constant of the spring is same for both coils. ഈ രണ്ട് കോയിൽസിൻ്റെയും സിയുടെ വാല്യൂ സെയിം ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ M1-ൻ്റെയും M2-ൻ്റെയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ റേഷ്യോ യോജിച്ചിരിക്കുന്നത്. സോ S1/S2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ C മാത്രമാണ് കോൺസ്റ്റന്റ്, ബാക്കി എല്ലാ ടൈമുകളുടെയും വാല്യൂസ് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. സോ C ഒഴിവാക്കി കഴിഞ്ഞാൽ റേഷ്യോ എടുത്താൽ ഇവിടെ നമുക്ക് N1/N2 ഉണ്ടാവും, A1/A2 ഉണ്ടാവും, അതേപോലെ B1/B2 ഉണ്ടാവും. എന്നാൽ R ഇൻവേഴ്സ്ലി ആയതുകൊണ്ട് R2/R1 ഉണ്ടാവും. ദെൻ N1 വാല്യൂ 15 ആണ്, N2 വാല്യൂ 21 ആണ്, A1 വാല്യൂ 3.6 × 10⁻³ ആണ്, A2 വാല്യൂ 1.8 × 10⁻³ ആണ്, B1 വാല്യൂ 0.25 ആണ്, B2 വാല്യൂ 0.5 ആണ്, R2 വാല്യൂ 7 ആണ്, R1 വാല്യൂ 5 ആണ്. നമ്മളങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ ടൈമുകളും അവിടെ കണക്റ്റഡ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നോക്കി നോക്കാം. സോ ഇവിടെ നോക്കുക, 721 3 ടൈംസ് പോകും, ഈ 3യും അവിടെ നിൽക്കട്ടെ, ഈ 550 3 ടൈംസ് പോകും, ഈ 3യും ക്യാൻസൽ ആവും. 1.8 ഡബിൾ ആണ് 3.6, 0.25 ഡബിൾ ആണ് 2, ഈ 2വും 10⁻³ ഓൾ ക്വാണ്ടിറ്റീസ് ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് മീൻസ് ദ ഫൈനൽ ആൻസർ വിൽ ബി 1:1. സോ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, കറണ്ട് സെൻസിറ്റിവിറ്റി ഇക്വേഷൻ ഓർക്കുക. ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ചോദ്യം അപ്രോച്ച് ചെയ്ത പോലെ തന്നെ ഇനിയും ചോദ്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.